ഈ പയ്യനാണെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇവൾക്ക് സിവിയർ ആയിട്ടുള്ളൊരു ടെർമിനൽ ഇൽനെസ് ഉണ്ട്. അപ്പോൾ ഇവള് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. ഇവൾക്ക് വെറും 6 മാസമാണ് ജീവിക്കാനുള്ള ആയുസ് ഡോക്ടർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ പയ്യൻ കാണാൻ പോകുന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് സീരിയസ് സിറ്റുവേഷനായിട്ട് അവളെ ICUവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ അവൻ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവൻ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വായിക്കില്ലെന്ന് അറിഞ്ഞാലും അവളുടെ ഫോണിലോട്ട് പെട്ടെന്ന് എണീക്കാനൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് അവൻ മെസ്സേജ് അയക്കുകയാണ്. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും അവളെ രക്ഷിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ കണ്ടീഷൻ വളരെ മോശമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ പൊട്ടി കരയുന്നുണ്ട്. അവൻ ഭയങ്കരമായിട്ട് കരയുമ്പോൾ തന്നെ അവന് ചെസ്റ്റിൽ നല്ല രീതിയിൽ പെയിൻ വരുന്നുണ്ട്. അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണൊക്കെ ഫ്ലോറിലോട്ട് വീഴുന്നുണ്ട്. അവൻ ബ്രീത്ത് എടുക്കാൻ പറ്റാതെ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഫ്ലോറിലോട്ട് വീഴുന്നുണ്ട്. ഫ്ലോറിലോട്ട് വീഴുമ്പോഴും അവൻ ഒട്ടും ബ്രീത്ത് എടുക്കാൻ പറ്റാതെ അവൻ സ്ട്രഗിൾ ചെയ്യാണ്. ആക്ച്വലി ഇവനും ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഇവൻ്റെ കണ്ടീഷനും വളരെ സിവിയറാണ്. ഇവന് 1 ഇയറാണ് ഡോക്ടർ ജീവിക്കാൻ കൊടുത്തിട്ടുള്ള ടൈം. ഇവളുടെ കണ്ടീഷൻ ആലോചിച്ച് ഇവൻ്റെ ഹെൽത്തും മോശമായിട്ട് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇവൻ്റെ കണ്ടീഷനും വളരെ മോശമായിട്ട് വരും. അങ്ങനെ ഇവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. 2 സിവിയർ ആയിട്ടുള്ള ടെർമിനൽ ഇൽനെസ് ഉള്ള പേഷ്യൻസിൻ്റെ ഒരു ലവ് സ്റ്റോറിയാണിത്. ഇതൊരു ജാപ്പനീസ് മൂവിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.